ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ടൊരു കഥയുടെ വായനാക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് നോക്കാം. അപ്പോൾ വായനാക്കുറിപ്പിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫുൾ മാർക്കും ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എത്ര മാർക്കാണോ ആ ഒരു വായനാക്കുറിപ്പിന് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അത്രയും മാർക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ ഒരു കഥയുടെ വായനാക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വായനാക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ എഴുതേണ്ടത് കഥയുടെ പേരാണ്. വായനാക്കുറിപ്പ് എന്ന് എഴുതിയതിന് ശേഷം ആ കഥയുടെ പേര് നല്ല വലിയ അക്ഷരത്തിൽ കറുപ്പിച്ച് എഴുതാൻ ശ്രമിക്കുക. പിന്നീട് എഴുതേണ്ടത് ആ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പേരാണ്. കഥാപാത്രങ്ങളുടെ പേരും അവരുടെ പ്രത്യേകതയും ചുരുങ്ങിയ വാക്കുകളിൽ എഴുതാൻ ശ്രമിക്കണം. പിന്നീട് എഴുതേണ്ടത് കഥയുടെ ചുരുക്കമാണ്. വായനാക്കുറിപ്പ് എഴുതേണ്ട ആ കഥയുടെ ആശയം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എഴുതി തീർക്കാൻ ശ്രമിക്കുക. പിന്നീട് എഴുതേണ്ടത് ആ കഥയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തിൻ്റെ പേരും ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ആ കഥാപാത്രത്തെ നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണവും കൃത്യമായി എഴുതാൻ ശ്രമിക്കുക. ഏറ്റവും അവസാനമായി എഴുതേണ്ടത് ആ കഥ നൽകുന്ന ആശയമാണ്. സമകാലിക പ്രസക്തിയുള്ള കഥകളാണെങ്കിൽ തീർച്ചയായും അത്തരത്തിൽ ആ ആശയത്തെ ഗ്രഹിച്ചുകൊണ്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വായനാക്കുറിപ്പ് എഴുതി തീർക്കേണ്ടത്. അപ്പോൾ ഈ ഫോർമാറ്റിൽ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.